ഞാൻ മാനസികമായിട്ട് ഇടങ്ങേറാകാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആകാനായിക്കണ്. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് ഇതിപ്പോ പബ്ലിക്കിൽ ഇത്രയും ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥമുണ്ട്. ചിലര് പറഞ്ഞു 3 മക്കളെ ഇട്ടെറിഞ്ഞാണ്ട് ഉത്തരവാദിത്തം ഇല്ലാതെ നിങ്ങൾ ഇറങ്ങിപ്പോന്നല്ലോ നിങ്ങളെ സമ്മതിച്ചണം എന്നുള്ളത്. ഇഞ്ച കൽബ് ഇച്ചും പടച്ചോനെ അറിയുള്ളൂ. ഒരാളോടും തുറന്ന് കാട്ടി കൊടുത്തിട്ട് കാര്യമല്ല. നമ്മുടെ മലപ്പുറം കിച്ചണിലെ ലൈലത്താത്താനെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ഇത് താത്തന്റെ സമയമല്ല മക്കളെ. ഏത് വീഡിയോ ഇട്ടാലും ലക്ഷങ്ങളല്ലേ വ്യൂസ് വരുന്നത്. താത്ത നിക്കാബൊക്കെ ഇട്ടുവന്ന് തനി നാടൻ മലപ്പുറം ഭാഷയിൽ സംസാരിക്കുന്നത് കാണാനും കേൾക്കാനും ഫാൻസ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഫാൻസ് മാത്രല്ല കേട്ടോ, തതക്ക് ഇഷ്ടംപോലെ വിരോധികളും ഉണ്ട്. ഇടയ്ക്കിടെ നല്ല ഊക്ക് കിട്ടാറുമുണ്ട്. ഊക്ക് കിട്ടാനുള്ള പണികളൊക്കെ താത്ത ഒപ്പിക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്തായാലും വളരെ സാധാരണമായ ഒരു സാഹചര്യത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരാളാണ് നമ്മുടെ മലപ്പുറം താത്ത. ആളുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാലോ, മലപ്പുറത്ത് ഇത്രയും തനി നാടൻ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളൊക്കെ എന്നേ വംശനാശം സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ താത്തന്റെ വർത്താനം പല മലപ്പുറത്തുകാർക്കും വല്ലാണ്ട് അങ്ങ് പിടിക്കാറില്ല. പക്ഷേ ലൈലത്താന്റെ ഐഡന്റിറ്റി ഈ ഭാഷയും നിക്കാബുമാണ്. സംഗതി തുടക്കത്തിൽ ഭർത്താവിന്റെ നിർബന്ധം മൂലമൊക്കെയാണ് താത്ത നിക്കാബൊക്കെ ഇട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ സംഭവം ക്ലിക്ക് ആയതോടെ അതൊരു ഐഡന്റിറ്റി ആയി മാറിയതോടെ താത്ത അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. മലപ്പുറം താത്തയുമായി ബന്ധപ്പെട്ട് കുറച്ചു മുമ്പുണ്ടായ വിവാദങ്ങളൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാകും. താത്ത ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഒഴിവാക്കി സ്വന്തം വീട്ടിൽ പോയി നിന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. താത്തക്ക് അഹങ്കാരമാണ്. യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം കിട്ടിയതോടെ ഇപ്പൊ ഭർത്താവിനെയും മക്കളെയും ഒക്കെ വേണ്ടതായി എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ താത്ത തന്നെ ഭർത്താവിന്റെയും മക്കളുടെയും അടുത്തേക്ക് മടങ്ങി പോവുകയായിരുന്നു. തനിക്ക് നടുവേദന ആയതുകൊണ്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് ഭർത്താവിന്റെയും മക്കളുടെയും അടുത്ത് നിന്ന് മാറുന്നത് എന്നായിരുന്നു അന്ന് താത്ത നൽകിയ എക്സ്പ്ലനേഷൻ. എന്തായാലും താത്ത വീണ്ടും സെപ്പറേറ്റഡ് ആയി താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭർത്താവും മക്കളൊന്നും ഇപ്പൊ താത്തന്റെ കൂടെ ഇല്ല. താത്താന്റെ വീഡിയോ കാണുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാവല്ലോ. അവര് വീണ്ടും ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ലൈലത്താത്ത എന്തുകൊണ്ടാണ് ഭർത്താവിനെയും മക്കളെയും ഒഴിവാക്കിയത് എന്ന് എല്ലാവർക്കും അറിയണം. പക്ഷെ എല്ലാറ്റിനുമുള്ള മറുപടി എന്താണ്? താത്ത ഒരു ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം. അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, ഇന്നത്തെ ദിവസം ഒരു അന്തിക്ക് 9 മണിക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എത്രത്തോളം ക്ലിയർ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ അങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോ ഈ ഒരു വീഡിയോ ചെയ്യണം തോന്നിയതാണ്. സംഗതി ഇതന്നെയാണ്. എന്താ താത്ത നിങ്ങളെ പ്രശ്നം? എന്താ നിങ്ങളിവിടെ വന്ന് ഇരിക്കണത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച ആളുകളുണ്ട്. പിന്നെ കുട്ടികളെയും മക്കളെയൊക്കെ ഇട്ട് വന്ന് കുത്തിരിക്കുകയാണ്, ഉത്തരവാദിത്തമല്ല, അങ്ങനെ ഒരുപാട് കമന്റ് ബോക്സിൽ കാണുന്നുണ്ട്. ഓലങ്ങനെ എഴുതണീന് നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റൂല. സ്വാഭാവികമാണ്. കാര്യം കൊല്ലങ്ങളോളം വീഡിയോ കാണുന്ന ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടാകും. സംശയങ്ങളൊക്കെ ഉണ്ടാകും, സ്വാഭാവികം. പക്ഷെ ആളുകൾ ഇങ്ങനെ സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് മലപ്പുറത്താത്ത തന്നെയാണ്. എവിടെ കിടക്കുന്ന ലൈല എന്ന സ്ത്രീയുടെ കുടുംബകാര്യത്തിൽ ആളുകൾക്ക് എന്തുകൊണ്ട് ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായി? ലോകത്തുള്ള സകല ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രശ്നങ്ങൾ കാരണം ചിലപ്പം ഭാര്യ സ്വന്തം വീട്ടിൽ പോയി താമസിക്കാറുമുണ്ട്. അതിലൊന്നും യാതൊരു പുതുമയില്ല. എന്നിട്ടും മലപ്പുറത്താത്തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ആളുകൾ ഇത്ര ക്യൂരിയസ് ആവുന്നത്, ഇത്രയും ആശങ്കപ്പെടുന്നത്? ജീവിതത്തിൽ സ്വകാര്യമാക്കി വെക്കേണ്ട പലതും താത്ത യൂട്യൂബിലൂടെ ഈ ലോകത്തിന് മുന്നിൽ തുറന്നിട്ട് കൊടുത്തു. കുടുംബജീവിതം പബ്ലിക്കാക്കി. താത്ത മാത്രമല്ല, സകല ഫാമിലി വ്ളോഗേഴ്സും ചെയ്യുന്ന പണിയാണിത്. തിന്നുന്നതും തൂറുന്നതും ഒക്കെ വ്ളോഗാക്കി മാറ്റുമ്പോൾ അത് പിന്നീട് വലിയ പാരയായി മാറുമെന്ന് ഇവരാരും മനസ്സിലാക്കിയില്ല. എല്ലാ ഫാമിലി വ്ളോഗേഴ്സിന്റെയും ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ കയറി ഇടപെടും. ചെറിയ പ്രശ്നങ്ങൾ വരെ വലിയ പ്രശ്നങ്ങളായി മാറും. ഇവിടെ ആളുകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരെ പബ്ലിക് ആക്കുന്ന ഫാമിലി വ്ളോഗേഴ്സ് തന്നെയാണ് ഇവിടുത്തെ ഒന്നാം പ്രതി. ഇവിടെ മലപ്പുറം താത്തന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ. കുക്കിംഗ് വീഡിയോസ് ചെയ്തുകൊണ്ടാണ് താത്ത യൂട്യൂബിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങി. കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ റീച്ച് താത്തക്ക് കിട്ടിയത് ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോകൾക്കാണ്. മറ്റൊരാളുടെ വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് അറിയാനുള്ള ആളുകളുടെ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് തന്നെയാണ് കാരണം. അങ്ങനെ താത്ത എന്താക്കി, കുക്കിംഗ് ഒക്കെ ഒഴിവാക്കി ഒരു ഫുൾ ടൈം ഫാമിലി വ്ളോഗറായി മാറുകയായിരുന്നു. ഇതാകുമ്പോൾ പിന്നെ സംഭവം സുഖമാണല്ലോ, വെറുതെ വീഡിയോ ഓൺ ആക്കി വെച്ചാൽ മതി. നടക്കുന്നതും ഇരിക്കുന്നതും വരെ കണ്ടന്റ് ആണല്ലോ. അങ്ങനത്തെ അതൊക്കെ അത്യാവശ്യം റീച്ചും വരുമാനവും ഒക്കെ ആയി തുടങ്ങി. ജീവിത സാഹചര്യമൊക്കെ ഒന്ന് മെച്ചപ്പെട്ടു വന്ന സമയത്ത് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. വേറെ ആരുമല്ല, താത്തയും ഭർത്താവും തമ്മിലാണ് പ്രശ്നം. ഭർത്താവും ഭാര്യയാവുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് അവര് തന്നെ തീർത്തോളും. അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരായി അവരുടെ കുടുംബകാര്യമായി മൂന്നാമതൊരാൾ ഇടപെടാതിരിക്കുന്നതാണ് ഒരു പരിധി വരെ നല്ലത്. കയ്യാങ്കാളിയിലേക്കൊന്നും എത്താത്തിടത്തോളം കാലം അവർ തന്നെ അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതാണ് നല്ലത്. മൂന്നാമതൊരാൾ ഇടപെട്ടാൽ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അത് പിന്നെ തീർത്താ തീരാത്ത പ്രശ്നമായി മാറും. വെറുതെ അതിന് നിൽക്കണ്ടല്ലോ. താത്താന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ തീർക്കേണ്ട കാര്യങ്ങളൊക്കെ പബ്ലിക്കായി വന്ന് പറയാൻ തുടങ്ങി. അത് പിന്നെ വഷളായി. പേഴ്സണൽ ലൈഫ് എടുത്ത് പബ്ലിക് ആക്കല്ലേ എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞതാണ്. ബാക്കി കണ്ടോക്കാം. അപ്പൊ ഞാൻ ആരെയും കുറ്റപ്പെട്ട് സംസാരിച്ചാനുമില്ല, ഒരാളെ വിഷയം എടുത്തു പറയാനുമില്ല. ഇന്റെ കാര്യച്ച് പറയാലോ, മറ്റുള്ളവർക്ക് ബാധിക്കാത്ത രീതിക്ക് നിങ്ങളോട് പറയൽ എന്റെ കടമയാണ്. അല്ലെങ്കിൽ പിന്നെയും വരുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ വീഡിയോന്റെ അഭിപ്രായങ്ങളാകൂല, വേറെല്ലാ കാര്യങ്ങളാകും.
ഇത് തന്നെയാണ് പ്രശ്നം. എത്ര കിട്ടിയാലും പഠിക്കൂലല്ലോ. ഇതൊക്കെ നിങ്ങളോട് പറയേണ്ടത് എന്റെ കടമയാണെന്നും പറഞ്ഞു ഇതുപോലെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഓരോരോ വീഡിയോകൾ അങ്ങ് ചെയ്യും. പിന്നെ എങ്ങനെ പ്രശ്നങ്ങൾ തീരും? ഭർത്താവിനോട് പറയേണ്ടത് ഭർത്താവിനോട് തന്നെ പറയണം, മക്കളോട് പറയേണ്ടത് മക്കളോടും. അതല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെ വന്ന് പബ്ലിക്കായി പറഞ്ഞ് എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷെ അതിപ്പോഴും വിശ്വസിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് താൻ ഫാമിലി വ്ലോഗ് ചെയ്യുന്നത് കൊണ്ടൊന്നുമല്ല എന്നാണ്. താത്ത തന്നെ പറയണത് കേട്ടോക്കാം. എന്താ വെച്ചാല് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, താത്ത നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണെങ്കിൽ യൂട്യൂബ് നിർത്തിക്കളി, യൂട്യൂബാണോ നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നം എന്നുള്ളത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് ഇടങ്ങേറാകാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആകാനായിക്കണ്. അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാല് ഇതിപ്പോ പബ്ലിക്കിൽ ഇത്രയും ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥമുണ്ട്. ഒരിക്കലല്ല യൂട്യൂബ് ഞങ്ങളെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. യൂട്യൂബ് കൊണ്ട് ഇഞ്ച 2 കുടുംബത്തിനും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ, ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനെ പറഞ്ഞ് മാറ്റി പല ആളുകളെ ഇടപെടലുകൊണ്ട് അങ്ങനെ ആക്കി എടുത്തതാണ്. അല്ലാതെ യൂട്യൂബ് ആണോ പ്രശ്നത്തിന് തുടക്കം, യൂട്യൂബ് കൊണ്ടാണോ ആ കുടുംബത്തിൽ ബുദ്ധിമുട്ട് വന്നത് വെച്ചാൽ ഒരിക്കലും അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മെച്ചേ ഉണ്ടായിട്ടുള്ളൂ. വേറെല്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയതാ. ശരിയാണ്, യൂട്യൂബ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം യൂട്യൂബ് ആരും പിടിച്ച് കടിക്കാനൊന്നും വരില്ലല്ലോ. അതുപോലെ കുടുംബം കലക്കാനും വരാറില്ല. യൂട്യൂബിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളടത്താണ് പ്രശ്നം. സംഗതി യൂട്യൂബ് കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല മെച്ചം ഉണ്ടായിട്ടുണ്ടാകും, ജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ടാകും, വളരെ നല്ല കാര്യം. പക്ഷെ യൂട്യൂബിൽ നിങ്ങൾ ചെയ്ത വീഡിയോ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഇത്ര അധികം വഷളാക്കിയത് നിങ്ങൾ ചെയ്ത വീഡിയോകളാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് നിഷേധിക്കാനാവുമോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീഡിയോകളൊക്കെ മാറ്റിവെച്ച് ആ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് ഞാനിപ്പോ എന്റെ പെരയിലാണ്, എനിക്ക് തീരെ ബെജ്ജ, അപ്പൊ പിന്നെ സ്വന്തം പേരാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നു, അല്ലാണ്ട് ഞാനും എന്റെ കെട്ടിയവനും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്താ പിന്നെ എന്താവും അവസ്ഥ എന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ വീഡിയോ കാണുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാവും? നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇതുപോലെ തെറ്റിപ്പോയിട്ട് അതൊക്കെ വീഡിയോ പിടിച്ച് പബ്ലിക് ആക്കിയാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്നിട്ട് അതൊക്കെ ഇപ്പോഴും അതൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെയും ഇത് ഇങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്തുകൊണ്ട് വരികയാണ്. ബാക്കി കണ്ടോക്കാം. പിന്നെ ചിലര് പറഞ്ഞു 3 മക്കളെ ഇട്ടെറിഞ്ഞാണ്ട് ഉത്തരവാദിത്തം ഇല്ലാതെ നിങ്ങൾ ഇറങ്ങി പോന്നല്ലോ, നിങ്ങളെ സമ്മതിക്കണം എന്നുള്ളത്. ഇഞ്ച കൽബ് ഇച്ചും പടച്ചവനെ അറിയുള്ളൂ. ഒരാളോടും തുറന്നു കാട്ടി കൊടുത്തിട്ട് കാര്യമില്ല. ഇഞ്ഞോളം ഇഞ്ച മക്കളെ കാര്യത്തിൽ വിഷമം ദുനിയാവിൽ ആര് കൂട്ടി പിടിച്ചാലും ഇഞ്ച വേദന അത് ആർക്കും ഉണ്ടാവില്ല. അത് ഞാൻ എടുത്ത് പറയണമില്ല, അതടക്കട്ടെ. ഞാൻ ഇഞ്ച ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതുമല്ല, വല്ലായി ഒരിക്കലും ഇഞ്ച ഇഷ്ടത്തിന് ഇഞ്ച മക്കളെയും മാപ്പിളിനെ ഇട്ടുകാണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നതല്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളല്ല ഞാൻ. ഇഞ്ച മാപ്പിളയും മക്കളുമാണ് വലുത്. പക്ഷെ ഇച്ച് പറ്റിയ പെടൽ എന്താണെന്നറിയോ? മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കാണുമ്പോ മനസ്സലിവ് കൂടിപ്പോയി. അതാണ് ഇച്ച് വന്ന പാൾട്ട്. കുറെയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി സ്വന്തം കാര്യം നോക്കി ജീവിച്ചൊക്കെയാണെങ്കിൽ ഇച്ചിന്ന് ഈ ഒരവസ്ഥ വരൂലേനും. അപ്പൊ ഇഞ്ച അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാ വന്നിരിക്കുന്നത്. അത് ആണായാലും പെണ്ണായാലും ജീവിതമാകുമ്പോ കുറെയൊക്കെ നമ്മളെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാണ് ഏറ്റവും നല്ലത്. എല്ലാവരും നല്ല അന്തസ്സായിട്ട് ജീവിച്ച, ഞങ്ങള് 3 കൊമ്പത്തായിട്ടാ ജീവിച്ചത്. അതിന്റെ ഒന്നും വേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. താൻ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോയതല്ല, ഉമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോയതാണ് എന്നൊക്കെയാണ് ലൈലത്താത്ത പറഞ്ഞു വെക്കുന്നത്. കുടുംബത്തിൽ എല്ലാവരും സഹായിച്ചു, പക്ഷെ അവരൊക്കെ തന്നെയാണ് തന്റെ കുടുംബം ഇങ്ങനെ കുട്ടിച്ചോറാക്കിയത് എന്നൊക്കെയാണ് ലൈലത്താത്ത പറയുന്നത്. അതായത് യൂട്യൂബിൽ വീഡിയോ ഇട്ടതുകൊണ്ടൊന്നല്ല, കുടുംബത്തിലെ തന്നെ ചില ആളുകൾ ചേർന്ന് ഓരോന്നും പറഞ്ഞ് കുത്തിത്തീർപ്പ് ഉണ്ടാക്കിയതാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നാണ് താത്ത പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നമുക്ക് അവരുടെ കുടുംബ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, അറിയാനും ഇടപെടാൻ താല്പര്യവുമില്ല. പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകട്ടെ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.